ഒരു താഴ്ന്ന ഭാഗത്താണ് നമ്മളെ വീട് പിന്നെ ഇവിടെ വീട് വെക്കണത്. വീട് വെക്കും ചെയ്യുന്ന രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് തറപ്പണി കഴിഞ്ഞ് അതിന്റെ മുകളിൽ ബെൽറ്റ് ഒക്കെ വാർത്തു. നമ്മള് ഇന്ന് ഈ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ എങ്ങനെയാണ്, ഫുള്ള് റബ്ബറാണ്. റബ്ബർ വെച്ചുള്ള സ്ഥലത്താണ് നമ്മൾ വീട് വെക്കുന്നതും. പക്ഷെ ഇവിടുത്തെ റബ്ബറെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. കാരണം ഇവിടെ എന്താ പറയാ, നല്ലൊരു അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാല് ഇവിടെ വീട് വെക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സുന്ദരമായിട്ട് താമസിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ അത് മുറിക്കും. കാരണം വീട് വെക്കുന്ന അവിടെ മാത്രമല്ല, മൊത്തത്തിലൊരു ഷോർട്ട് ആയിട്ട് മുറിച്ചിരിക്കുകയാണ്, എല്ലാ മരങ്ങളും മുറിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വീട് വെച്ച സ്ഥലത്തിന് വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമാണെങ്കിലും വീട് വെച്ചിട്ടാണെങ്കിലും വഴുകാതെ തന്നെ നമ്മൾ ഇതുപോലെ ഉള്ള സ്ഥലത്ത് ഒരു വീട് പണി കഴിഞ്ഞാല് ഏകദേശം ഒരു ചൂട് വരാൻ പോണ കാലം എന്ന് പറഞ്ഞാല് ഭാഗത്തുള്ളൂ ഇവിടെ ഹൈറ്റ് വരുന്നുള്ളൂ. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്ത് ബാക്ക് ഭാഗത്ത് അവിടെ കുറച്ച് ഹൈറ്റ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ഫ്രണ്ടിൽ കൂടി കുറച്ച് സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ കെട്ടിന്റെ പുറം ഭാഗത്തുനിന്ന്. അപ്പൊ നമ്മള് ഇതാണ് സൈഡ് കെട്ട് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഒരു 1.5 ഇഞ്ചില് സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് കുറച്ച് ഭാഗത്തുള്ളൂ ഇവിടെ ഹൈറ്റ് വരുന്നുള്ളൂ. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്ത് ബാക്ക് ഭാഗത്ത് അവിടെ കുറച്ച് ഹൈറ്റ് വരുന്നുണ്ട്. അപ്പൊ നമ്മളവിടെ ഫ്രണ്ടിൽ നിന്ന് കൂടി കുറച്ച് സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ കെട്ടിന്റെ പുറം ഭാഗത്തുനിന്നും സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കെട്ടിന്റെ ബാക്ക് ഭാഗത്ത് സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. അതെന്താ സ്ലോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ലോഡ് ഇങ്ങനെ നിൽക്കും. ശരിക്കും ഇങ്ങനെ തലയിൽ ചെയ്ത് കെട്ടുമ്പോൾ നമ്മൾ അറിയാതെ പോകുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. സ്ലോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കറക്റ്റ് സ്ലോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലോഡ് അവിടെ നിൽക്കും, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ കണ്ടോ, ഇവിടെയാണ് നമ്മളെ മൂല വരുന്നത്. മൂലയിൽ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വേറൊരു സംഗതി ഉണ്ടോ, ഇവിടെ നമ്മളൊരു ഡെയിലി കമ്പിന്റെ അടിയിലാണ് കെട്ടുന്നത്. ഭയങ്കര റിസ്ക്കാണ്. റിസ്ക് എന്ന് വെച്ചാൽ നമ്മളൊരു പൂള് കൊടുക്കാനൊക്കെ ഭയങ്കര റിസ്ക്കാണ്. ചെറിയൊരു ഗ്യാപ്പ് അടിഭാഗത്ത് ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച്, പിന്നെ 1 ഇഞ്ച് 1.5 ഇഞ്ച്, പിന്നെ 2 ഇഞ്ച് 3 ഇഞ്ച്, മുകൾ ഭാഗത്ത് 3 ഇഞ്ചൊക്കെ ഗ്യാപ്പ്, പിന്നെ ഏറ്റവും ചില ഭാഗത്ത് 4 ഇഞ്ച് ഉണ്ട്. അപ്പൊ അങ്ങനെ ഭയങ്കര റിസ്ക് ഉള്ള ഒരു പണിയാണ് എടുക്കുന്നത്. അപ്പോൾ ബെൽറ്റ് പണി കഴിഞ്ഞിട്ടുണ്ട് ഈ സാറാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇതില് ചളിയാക്കിയ തറയാണത്. അപ്പൊ നല്ലോണം ഈ ഒരു പാചകത്തിന്റെ സൈഡ് മുതൽ ആ ഒരു ഹൈറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇവിടേക്ക് തന്നെയാണ് വീട് വെച്ചതിൽ വേറൊരു സംഗതി കാണിച്ചു തരാം. ഇവർക്ക് ഇത്രയും ഭാഗം, ഈ വീട് വെക്കാൻ ഇത്രയും ഭാഗം സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇവർ വീട് വെച്ച ഒരു സ്ഥലത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ട് അവർ വീട് വെച്ചപ്പോൾ, ഇനി ഞാൻ പറഞ്ഞുതരാം, ഈ വീടുണ്ട്, ഈ വീട് വെച്ചപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു വീട് ഈ ഒരു ഭാഗത്തേക്ക് ഇത് ചാർത്തി വെച്ചിട്ടുണ്ട്. കാരണം നമുക്കിവിടെ ഒരു മുറ്റത്ത് പന്തലിടാനുള്ള സ്പേസ്, ഒരുപാട് സംഗതികൾ നടത്താൻ, ഇതുപോലെ ഫംഗ്ഷൻ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ പന്തലിടാനും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും. മുറ്റം യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഇവർ അതൊക്കെ എല്ലാം കണക്കൂട്ടിട്ട് ഒരു വീട് ഒരു സൈഡിൽ കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ള അത്രയും ഭാഗം അവിടെ ഒരുപാട് സ്പേസ് ഉണ്ട്. നമ്മൾ കാര്യങ്ങൾ സ്ഥലം ഉണ്ടെങ്കിൽ ഒന്നിന് പ്ലാൻ ചെയ്ത് വെക്കാൻ വെച്ചാൽ ഒന്നുകൂടി ഉഷാറാവും. നമ്മുടെ പരിപാടി വീട്ടിലേക്കുള്ള വഴി ഇതാണ്, അവിടെ നിന്നിട്ട് വരുന്ന വഴിയാണ്. ഈ നമ്മുടെ സ്ഥലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കോട്ടപ്പുറം കഴിഞ്ഞിട്ട് കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആ വഴി അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോകാനാണ്. അതാണ് നമ്മൾ